അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 92-ൽ സംഘപരിവാർ ശക്തികളോടൊപ്പം അയോധ്യ പള്ളി തകർക്കുവാൻ പോവുകയും ഒടുവിൽ അത് തെറ്റായിരുന്നുവെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിൽ അബ്ദുൽ നാസർ മദനി എന്ന മർദ്ദിതപക്ഷ പോരാളിയോടൊപ്പം PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് എത്തപ്പെടുകയും ചെയ്ത, ഒടുവിൽ മതവിശ്വാസിയായി മാറി മുഹമ്മദ് ബിലാൽ ആവുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ മുഹമ്മദ് ബിലാലിനെ ചുരുങ്ങിയ വാക്കുകളിൽ അഭിവാദ്യ പ്രഭാഷണം നടത്തുവാൻ ക്ഷണിക്കുന്നു. ബഹുമാനനായ ഈ സമരമുഖത്തിന്റെ അധ്യക്ഷൻ ശ്രീ വർക്കലരാജ്, പാർട്ടിയുടെ മറ്റ് CAC അംഗങ്ങൾ, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ ഈ സംഘാടക സമിതിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ കല്ലമ്പലം ഷാഫി, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സമരഭടന്മാരെ, ഈ സമരമുഖത്ത് നിന്ന് നമ്മൾ പലതും ഓർത്തെടുക്കുകയാണ്. സുദീർഘമായി ഒന്നും പറയുവാൻ എന്തായാലും ഞാൻ മുതിരുന്നില്ല. ഈ പ്രസ്ഥാനം അടിസ്ഥാനപരമായി രൂപീകൃതമാവാനുണ്ടായ കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും തച്ച് തകർത്ത് തരിപ്പണമാക്കാൻ സംഘപരിവാർ തുടങ്ങുകയും ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ രാജ്യത്തിന്റെ എല്ലാ അധികാരി വർഗങ്ങളും നോക്കി നിൽക്കെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതോടുകൂടി അതിനെ ഈ ലോകത്തിന്റെ മുന്നിൽ ആ ഫാസിസത്തിന്റെ മുഖം വരച്ച് കാണിക്കാൻ പലരും മടിച്ചു നിന്ന സമയത്ത് ഈ രാജ്യത്തെ ഭരണകൂട ഭീകരത എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ തലപൊക്കിയപ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ കേരളക്കരയുടെ മണ്ണിൽ ആരും ആർജവം കാണിക്കാതിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയും ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ധീരമായി ഭരണകൂടത്തിനെതിരെ, ഫാസിസത്തിനെതിരെ ധീരമായി ശബ്ദിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് ഗമിച്ച അബ്ദുൽ നാസർ മദനി, ആ ധീരനായ പോരാളിയുടെ രക്തത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ അറിയണം. അതുകൊണ്ട് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് 29 വർഷമാവുകയാണ്. ആ 29 വർഷത്തിനിടയിൽ 22 വർഷവും ആ പാർട്ടിയുടെ ചെയർമാനെ ഈ രാജ്യത്തെ ഭരണകൂടം തടവിലാക്കപ്പെടുമ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ വേരറ്റ് പോയിട്ടില്ല എന്ന് ഈ രാജ്ഭവനത്തിന് മുന്നിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. എന്താണ് അതിന്റെ കാരണം? വിശദമായെന്നോ എന്റെ പ്രിയപ്പെട്ടവരോട് സമ്പാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ ഇരിക്കുന്നവരും എന്റെ ശബ്ദം കേൾക്കുന്നു. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തട്ടി ഉണർത്തുകയായിരുന്നു മദനി ചെയ്തത്. വരാൻ പോകുന്ന ഭരണകൂട ഭീകരതയെ കുറിച്ച് വളരെ വ്യക്തമായി ഈ രാജ്യത്തെ ജനതയോട് മദനി വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു കാലം നഷ്ടപ്പെടുമ്പോഴും ഈ രാജ്യത്തെ കോടതിയായ കോടതി മൊത്തവും കൊണ്ടു നടക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണകൂടവും ഫാസിസവും ഒന്നായി പരിശ്രമിച്ചിട്ടും 22 വർഷമായിട്ട് മദനിയെ കീഴ്പ്പെടുത്താൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അബ്ദുൽ നാസർ മദനി വാരി വിതറിയ വിത്തുണ്ടല്ലോ, ഫാസിസത്തിനെതിരെ മദനി ഉയർത്തിവിട്ട വിചാര വിപ്ലവം, ആ വിചാര വിപ്ലവം ഈ രാജ്യത്ത് മുളച്ചു പൊങ്ങുക തന്നെ ചെയ്യും എന്ന് ഈ രാജ്ഭവനിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ സാക്ഷി നിർത്തി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ തുടങ്ങുകയാണ്. ഈ രാജ്യത്ത് അടിച്ചമർത്തലുകൾ ഒരുപാടുണ്ടായി. ഈ രാജ്യത്ത് തട്ടിത്തകർത്തലുകൾ ഒരുപാടുണ്ടായി. അബ്ദുൽ നാസർ മദനി പറഞ്ഞു, അശോക് സിംഗോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്രസമ്മേളനം നടത്തി 3003 പള്ളികൾ ഞങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും ഭയപ്പെട്ട് മിണ്ടാതിരുന്നപ്പോൾ തിരുവനന്തപുരത്തിന്റെ പുതിരിക്കണ്ടം മൈതാനിയിൽ അബ്ദുൽ നാസർ മദനി
അലറി വിളിച്ചു പറഞ്ഞു, ജനാധിപത്യ വിശ്വാസികളെ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ സമരസജ്ജരാവുക എന്ന്. പക്ഷേ പലരും ഉറക്കം നടിച്ചു, പലരും നിശബ്ദരായി. ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ആ പിച്ചച്ചട്ടിയിൽ നിന്ന് എച്ചിൽ തിന്നാൻ, ആ എച്ചിൽ തിന്നുന്നവർ നിശബ്ദരായിരുന്നു. ഇന്ന് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തി സർപ്പം പോലെ പത്തി വിടർത്തി ഫാസിസം അതിന്റെ മൂർത്തിമദ്ഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കുറപ്പുണ്ട്, PDPക്കുറപ്പുണ്ട്, ഈ രാജ്യത്ത് ഈ ഫാസിസത്തിന്റെ എച്ചിൽ തിന്നുന്നവർക്കും രക്ഷയില്ലാതെ മാളത്തിൽ നിന്നവർക്ക് പുറത്തു വരേണ്ടി വരുമെന്ന് PDP ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞങ്ങൾ സമരം തുടങ്ങുകയാണ്, ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഈ ഇരിക്കുന്ന മൊബൈലിന്റെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ആഹ്വാനം നടത്തിയപ്പോൾ തിരുവനന്തപുരത്തിന്റെ പാളയത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ 1000 ഒരുമിച്ച് കൂട്ടാൻ PDPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെയും ആശയത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസത്തിനെതിരെ ഞങ്ങൾ മുന്നോട്ട് കുതിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് അവർണ ജനത സമരസജ്ജരായി മുന്നോട്ട് കുതിക്കും. ഈ രാജവീതി അയ്യൻകാളിയുടെ സമര പോരാട്ടം കണ്ടമെന്നാണ്. ഈ നാട് സി കേശവന്റെ നിവർത്തന പ്രക്ഷോഭം കണ്ട് തരിച്ചു നിന്ന നാടാണ്. ആ നാട്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ബാബരി മസ്ജിദ് ആവർത്തിക്കാൻ സമ്മതിക്കില്ല ഈ അവർണപക്ഷ രാഷ്ട്രീയമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ചവരെ, നിങ്ങൾക്കൊരായിരം വിപ്ലവാഭിവാദനങ്ങൾ. മർദിദ് ഐക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്, മർദിദ് ഐക്യം സിന്ദാബാദ്. സംഘ് പരിവാറിന്റെ ഈ രാഷ്ട്രീയത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയ അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള ആളുകളെ വർഗീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് മതേതര ചേരി പ്രതികരിച്ചത്. ആ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ സംഘ് പരിവാറിന്റെ രാഷ്ട്രീയത്തിന് വശംവദമായ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തീർച്ചയായും ഇന്ദിരാഗാന്ധി സംഘ് പരിവാറിന് മൂക്കുകയറിടാൻ ശ്രമിച്ചു. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിൽ എത്തുവാൻ വേണ്ടി സംഘ് പരിവാറിനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. എന്താ കാരണം? ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസിന്റെ പിന്തുണ കിട്ടിയില്ല. ഇതാണ് കാരണം. അപ്പൊ ആ തരത്തില് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി രാജ്യത്ത് നടന്നു വരുന്ന മതേതര രാഷ്ട്രീയത്തെ അള്ളിപ്പിടിച്ചിട്ടുള്ള ആന്തരിക ദൗർബല്യങ്ങൾ അതികഠിനമായ രീതിയിൽ ഇന്ന് അതിനെ ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ കൂടെ വായിക്കേണ്ട കാര്യമാണ് പത്രമാധ്യമങ്ങളുടെ. മതേതര രാഷ്ട്രീയത്തിന്റെ കാവലാളുകളാണ് പത്രമാധ്യമങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചരിത്രം ഓർമ്മയുണ്ടെങ്കിൽ 1976 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പത്രമാധ്യമങ്ങളുടെ മുകളിൽ പത്രമാരണ നിയമം വന്നു. അന്ന് ഗവൺമെന്റിനെ വിമർശിച്ചാൽ പത്രക്കാരെ മുഴുവൻ അകത്താക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് രാംനാഥ് ഗോയങ്കെ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ഥാപകൻ രാംനാഥ് ഗോയങ്കെ ഭരണകൂടത്തെ പേടിക്കാതെ ഇന്ദിരാ ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി വിമർശിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്തിയത്. മതേതര രാഷ്ട്രീയത്തെ സംരക്ഷിക്കുന്നതിൽ, മതേതര ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ പത്രപ്രവർത്തകരുടെയും പത്രമുതലാളിമാരുടെയും വളരെ പോസിറ്റീവായ ഒരു മാതൃകയാണ് രാംനാഥ് ഗോയങ്കെ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോഴെന്താ പത്രമാധ്യമങ്ങളുടെ സ്ഥിതി? ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സംഘ് പരിവാറിന്റെ വിദ്വേഷ പ്രചരണങ്ങളുടെ പ്രചാരകരായി മാറിയിരിക്കുന്നു പല പത്രമാധ്യമങ്ങളും. ഒരു വർഗീയ കലാപത്തെക്കാൾ 1000 മടങ്ങ് പ്രഹരശേഷിയാണ് ഒരു വിദ്വേഷ പ്രചരണത്തിനുള്ളത്. ആ പണിയാണ് പത്രമാധ്യമങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ കേരളത്തിൽ ഇതുവരെ അതത്ര കിളച്ചു പിടിച്ചിട്ടില്ല. ഇപ്പോ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ഈ ദേശീയ മാതൃക ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ശക്തി പ്രാപിച്ച വംശീയ വിദ്വേഷത്തിന്റെയും ധ്രുവീകരണത്തിന്റെയും ശക്തികൾ അവർക്ക് കേരളത്തിൽ വിജയിക്കാനായിട്ടില്ലെങ്കിലും അവർ കേരളത്തിൽ കാലൂന്നി നിൽക്കാൻ ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബ്ദുൽ നാസർ മഅ്ദനിയെ അകാരണമായി ഇന്നലെയും മിനിഞ്ഞാന്നും ഏഷ്യാനെറ്റിലൊക്കെ അബ്ദുൽ നാസർ മഅ്ദനിക്കെതിരെ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണം നടക്കുന്നത്. അബ്ദുൽ നാസർ മഅ്ദനി 1992 ശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മതേതര രാഷ്ട്രീയം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ദേശീയ അടിസ്ഥാനത്തിൽ മതേതര രാഷ്ട്രീയം വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യദാർഢ്യം എന്നുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘ് പരിവാർ നടത്തുന്ന ഈ സാമൂഹ്യ വിഭജനത്തിന്റെയും മതങ്ങൾക്കിടയിലുള്ള വിഭജനത്തിന്റെ ഒക്കെ സംഘ് പരിവാറിന്റെ പ്രവർത്തനങ്ങളെ പ്രസംഗം കൊണ്ട് മാത്രമല്ല പ്രവർത്തനം കൊണ്ടും ചെറുക്കുക. അങ്ങനെ പ്രവർത്തനം കൊണ്ട് ചെറുക്കാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഈ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പൊ PDPക്കും മഅ്ദനിക്കുമെതിരെ സംഘ് പരിവാറിന്റെ കൂലിത്തല്ലുകാർ സ്വാഭാവികമായും വിദ്വേഷ പ്രചരണം നടത്തും എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ 25 കൊല്ലമായി നിങ്ങൾ അപകീർത്തിപ്പെടുത്തിയിട്ടും അപകീർത്തിപ്പെടാത്ത ഒരു നേതാവാണ് അബ്ദുൽ നാസർ മഅ്ദനി. ഇതാണ് പ്രശ്നം. അതെന്താ കാരണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മഅ്ദനിയെ നിങ്ങൾ ഇത്രയും വിദ്വേഷ പ്രചരണത്തിന്റെ ഇരയാക്കി മാറ്റിയിട്ടും ജനങ്ങൾ ഇപ്പോഴും മതേതര ചേരിയിലെ തന്നെ പ്രമുഖരായ ആളുകൾ ഇപ്പോഴും മഅ്ദനിയുടെ സംഭാവനകളെ അംഗീകരിക്കുന്നത്? കാരണം മഅ്ദനി ഒരു ചരിത്രപരമായ അനിവാര്യത, ആവശ്യം എന്നുള്ള നിലക്കാണ് മഅ്ദനി ഉയർന്നു വന്നത്. ഈ PDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ബാബറി ധ്വംസനത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ ചേരിതിരിവുണ്ടാകുമായിരുന്നു. ഈ ചേരിതിരിവുണ്ടാകുമ്പോൾ MLA-മാർക്കിടയിലല്ല ചേരിതിരിവുണ്ടാവുക. ചേരിതിരിവ് എപ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്കിടയിലാണ് ഉണ്ടാവുക. അതാണ് ആ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് സംഘ് പരിവാറിന്റെ തന്ത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹവർത്തിത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അങ്ങനെ സഹവർത്തിത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്യാൻ വാപ്പി സ്ഥിതി ചെയ്യുന്ന ബനാറസ്. 28% മുസ്ലിങ്ങളുണ്ട് ബനാറസിൽ. ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴും ഗ്യാൻ വാപ്പിയിൽ ബനാറസിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ബനാറസിന്റെ ചരിത്രം പറഞ്ഞ 1800 മുതൽക്ക് ബ്രിട്ടീഷുകാര് ബനാറസിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ രാജ്യം പിടിച്ചടക്കാണെന്ന് തുടങ്ങിയ കാലത്ത് അവര് സാധാരണ ജനങ്ങൾക്ക് മുകളിൽ ചുമത്തിയ വലിയ നികുതികളുണ്ട്. ഭൂനികുതി പോലെ, മണ്ണെണ്ണക്ക് നികുതി, അങ്ങനെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിത ആവശ്യങ്ങൾക്ക് മുകളിലൊക്കെ നികുതി ചുമത്തിയപ്പോ ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നടപടിക്കെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം ഉണ്ടായ ഒരു സ്ഥലമാണ് ബനാറസ്. അപ്പൊ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ജനങ്ങൾ നടത്തിയ പോരാട്ടത്തെ അന്നത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ഹിന്ദു മുസ്ലിം കലാപം എന്നാ പറയാ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പോരാട്ടം നടത്തിയതിന്റെ ചരിത്രത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇങ്ങനെ വളച്ചൊടിച്ചു. പിന്നീട് ഉത്തരേന്ത്യയിൽ പലപ്പോഴും പല വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഗ്യാൻ വാപ്പിയിൽ പ്രശ്നം ഉണ്ടായില്ല.
ഗ്യാൻ വാപ്പിയിൽ പ്രസിഡന്റ് ആവുന്നത് 2005-ലാണ്. 2005 ഗ്യാൻ വാപ്പിയില് ജുമാ നിസ്കരിക്കാൻ പോകുന്ന അവിടുത്തെ ഖാദിയെ പോലീസ് തടഞ്ഞു വെക്കുക ചെയ്തു. ദേഹപരിശോധനയുടെ പേര് പറഞ്ഞ് പോലീസ് തടഞ്ഞു വെച്ചു. അപ്പൊ ഖാദിയാർ അങ്ങോട്ട് പോയില്ല, അയാൾ തൊട്ടടുത്തുള്ളൊരു പീടിയിലിരുന്നു. ഈ പോലീസ് നടപടിയാണ് യഥാർത്ഥത്തിൽ ഗ്യാൻ വാപ്പി എന്നുള്ള പ്രശ്നത്തെ അതിന് തീ കൊളുത്തി നിർത്തിയത്. അതുവരെ രണ്ടു കൂട്ടരും ഒരു ഭാഗത്ത് പള്ളിയും മറുഭാഗത്ത് അമ്പലമായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോവായിരുന്നു. അപ്പൊ ഇവിടെ ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളും ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കാനും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ഇതിന് അംഗീകാരം നൽകിയിരുന്നില്ല. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് ഇതിന് അംഗീകാരം നൽകിയിരുന്നില്ല. ഇപ്പൊ BJP ഗവൺമെന്റിന്റെ അനുഗ്രഹാശിസുകളോടെയാണ് എവിടെയൊക്കെയാണോ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് അവിടെയൊക്കെ പോയിട്ട്, അവിടെ മുമ്പൊരു ശിവലിംഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു BJP MLA പറഞ്ഞു 36,000 പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് അമ്പലം പൊളിച്ചോടത്താണ്. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്, ഞാൻ മുമ്പ് ഡൽഹിയിൽ VP സിംഗിന്റെ പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് VP സിംഗ് പ്രസംഗം തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബാബറി പ്രശ്നത്തിനെ പരാമർശിച്ചുകൊണ്ട് VP സിംഗ് പറഞ്ഞത്, നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഭൂതകാലത്തിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് 500 കൊല്ലത്തെ കണക്കല്ല പറയേണ്ടത്, 5000 കൊല്ലത്തിന് ഇങ്ങോട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ മാതിരിയാണ് സ്ഥിതി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ രാജ്യത്ത് പല രാജാക്കന്മാരും ഭരിച്ചിട്ടുണ്ട്. ഈ രാജാക്കന്മാരും ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ, അതിന് സമാധാനം പറയാൻ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ, 1952 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ എന്തെല്ലാം നിയമങ്ങളാണ് ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയത്. ആ നിയമങ്ങളോട് മാത്രമേ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. അതില് ഇന്ത്യ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കാണ്. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ അർത്ഥം? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പരമാധികാരം എല്ലാ ജനങ്ങളിലുമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ എല്ലാ ജനങ്ങളിലുമാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരം നിക്ഷിപ്തമായിട്ടുള്ളത്. അതിനെയാണ് ഇപ്പൊ മോഡിയും അമിത്ഷായും കൂടി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് കൂടുതൽ അധികാരവും മുസ്ലിങ്ങൾക്ക് പരമാധികാരം കമ്മിയും എന്നുള്ള പുതിയ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇത് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുവും ഹിന്ദുത്വവും ഒന്നല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് വേറൊരു മതമാണ്, ഇത് രാഷ്ട്രീയ മതമാണ്, പൊളിറ്റിക്കൽ റിലിജിയൻ. ജർമ്മൻ നാസികളെ കുറിച്ച് വലിയ പഠനം നടത്തിയ റോജർ ഗിഫ്രിൻ പണ്ട് പറയുകയുണ്ടായി, നാസികൾ എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതമാണ്, അതൊരു പൊളിറ്റിക്കൽ റിലിജിയനാണ്. അപ്പൊ ഹിന്ദുത്വം എന്നുള്ള പൊളിറ്റിക്കൽ റിലിജിയന് ജനങ്ങളുടെ ഇടയിൽ വേര് പിടിക്കാൻ, നിലനിന്നു പോവാൻ ഹൈന്ദവ മതവിശ്വാസത്തിന്റെ പല ആചാരങ്ങളെയും സംഹിതങ്ങളെയും ഇവർക്കനുസരിച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ യാഥാർത്ഥ്യം മതേതര രാഷ്ട്രീയ കക്ഷികളിലെ പല ആളുകളും അംഗീകരിക്കുന്നില്ല. RSS എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണെന്നാണ് ഇപ്പോഴും നമ്മുടെ ഭരണാധികാരികളും മതേതരവാദികളും ഒക്കെ സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത്. RSS ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട യാതൊരു സംഭവമല്ല. ഹിന്ദു മതവും RSSും രണ്ടാണ്. RSSന്റെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ്. രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ കാൽക്കൽ അടിയറ വെക്കുന്ന രാഷ്ട്രീയമാണ്. നവലിബറൽ ശക്തികളുടെ കാൽക്കൽ വെക്കുന്ന രാഷ്ട്രീയമാണ് സംഘപരിവാറും നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്യാൻ വാപ്പി എന്ന് പറയുന്നത്
അല്ലെങ്കിൽ സംഘപരിവാർ ഭരണം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ പ്രശ്നമല്ല, ഭൂരിപക്ഷത്തിന്റെയും പ്രശ്നമാണ്. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെ അടിത്തറ തകർക്കുന്ന ഭരണമാണ് നരേന്ദ്രമോദി ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് പെട്രോളിന് വിലപ്പ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. രാജ്യത്തെ ജനങ്ങളുടെ ജീവസന്ധാരണത്തിനുള്ള, അവരുടെ ഉപജീവനത്തിലുള്ള എല്ലാ മാർഗങ്ങളും, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ചന്തകളെ മുഴുവൻ ഇല്ലാണ്ടാക്കി. അതൊക്കെ ഇപ്പൊ റിലയൻസിന്റെയും വൻകിട കുത്തകളുടെയും കയ്യിലാണ്. നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും പച്ചക്കറി വാങ്ങി ചന്തയെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. കാരണം റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങളെ ആളുകൾ വാങ്ങിക്കുള്ളൂ. ഇത് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതികേട്. ഉരുളക്കിഴങ്ങിന് വിലയില്ല, പരിപ്പിന് വിലയില്ല, ഗോതമ്പിന് വിലയില്ല. സാധാരണക്കാരായ കർഷകനെ സംബന്ധിച്ചിടത്തോളം ദുരിതമാണ്. അങ്ങനെ ദുരിതം പിടിച്ച ആളുകളാണ് ഗ്രാമങ്ങളിൽ പോയി, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി കിട്ടിയ കൂലിക്ക് ജോലി എടുക്കേണ്ടി വന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോവിഡ് വന്ന സമയത്ത് 12 കോടി മനുഷ്യരാണ് കാൽനടയായി നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നടന്നു പോയത്. ആ 12 കോടി തൊഴിലാളികളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഈ രാജ്യത്തെ ഒരു അംഗീകൃത ട്രേഡ് യൂണിയനും തയ്യാറായില്ല. ഇതാണ് മതേതര രാഷ്ട്രീയത്തിന്റെ ദൗർബല്യം എന്ന് പറയുന്നത്. അപ്പോ നരേന്ദ്രമോദിയുടെ ഭരണം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെയാണ് അത് ഏറ്റവും അധികം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്തിനാണ് ഈ ഗ്യാൻവാപി പ്രശ്നം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയം കൂടി ഞാൻ പറയാം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നപ്പോ, ഒന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനങ്ങളും നിറവേറ്റാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. വീണ്ടും ജനങ്ങള് നരേന്ദ്രമോദിയെ തന്നെ തെരഞ്ഞെടുത്തു. എന്തിന്റെ പേരിലാണ് തെരഞ്ഞെടുത്തത്? ഇന്ത്യയെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയൂ. ഇതായിരുന്നു മുദ്രാവാക്യം. വിദേശ ശത്രുവിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ മോദിക്ക് കഴിയൂ. കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യത്തെ 5 കൊല്ലം ജനങ്ങൾ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി ദുരിതമാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചത്. അപ്പൊ ഇതിന് BJPയെ പിന്തുണക്കുന്ന സാധാരണ ജനങ്ങൾ തന്നെ പകരം ചോദിക്കും. അത് BJPക്ക് അറിയാം നന്നായി. അപ്പൊ ആ സാധാരണക്കാരായ ജനങ്ങളുടെ ശ്രദ്ധ BJP ഗവൺമെന്റിനെതിരെ തിരിയേണ്ട സാധാരണ ഹൈന്ദവ ജനതയുടെ ശ്രദ്ധ മുസ്ലിമുകളുടെ നേർക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇപ്പൊ ഇവര് ഉന്നയിക്കുന്ന ഈ കലാപക്കളിയുടെ യഥാർത്ഥ അന്തസത്ത. ഇത് എല്ലാവർക്കും ഇപ്പൊ അറിയാം ഏതാണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങള് നിങ്ങൾ വിചാരിക്കണ മാതിരി പ്രകോപിതരാവും. നിങ്ങൾ മീഡിയയിലും അല്ലെങ്കിൽ TV-യിലൊക്കെ നിങ്ങൾ ചില വിദേശ പ്രചരണങ്ങൾ നടത്തിയ ന്യൂനപക്ഷങ്ങൾ കൊടുവാളെടുത്ത് ഇളകും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി വേണ്ട. രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ രാജ്യത്തെ മതേതര ചേരിയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ കഥയൊന്നും ഇനി പറയണ്ട. പുതിയ മതേതര ബദലുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് മതേതര ചേരിയുടെ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പക്ഷമായി രാജ്യത്തെ PDP പോലെയുള്ള സംഘടനകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റത്തിന്റെ പ്രകടനമാണ് ഇന്നിവിടെ കണ്ടത്. ഈ സന്ദേശം BJP ഗവൺമെന്റ് ഉൾക്കൊണ്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, BJP ഗവൺമെന്റിന്റെ ഒരു വ്യാമോഹവും അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന് ആവതില്ലെങ്കിൽ ആവതുള്ള വേറെ പാർട്ടികൾ, ആവതുള്ള വേറെ കക്ഷികൾ ഈ രാജ്യത്ത് ഉയർന്നു വരും. ആ കക്ഷികളും ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് BJPയുടെ ഈ ദുർഭരണത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് 2 വാചകം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അബ്ദുൽ നാസർ മഅദനിയെ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ
അധിക്ഷേപിക്കുമ്പോൾ മഅ്ദനി വർഗീയ പ്രചരണം നടത്തി, മഅ്ദനി രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചു എന്നൊക്കെ ഇടക്കിടക്ക് വർഗീയ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ അപഹാസ്യരാവുകയാണ് എന്നുള്ള കാര്യം ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ബിനു ബി ജോൺ ആയാലും ആരാണെങ്കിലും ശരി, ഇവരൊക്കെ ഒരു കാലത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നവരാണ്, ഒപ്പം നിന്നവരാണ്. അപ്പൊ മുതലാളി മാറുമ്പോൾ അഭിപ്രായം മാറുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം. എങ്കിലും കുറച്ചുകൂടി ഇത്തരം വിഷയങ്ങളിൽ അവധാനതയോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മാധ്യമ പ്രവർത്തനത്തിന്റെ, ജനാധിപത്യപരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ ഏത് മുതലാളി ഭരിച്ചാലും ശരി, ജനാധിപത്യപരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്ന രാംനാഥ് ഗോയങ്കയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്ന് ഞാൻ അവരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വിപ്ലവാഭിവാദ്യം. നന്ദി പ്രിയപ്പെട്ട സി കെ അബ്ദുൽ അസീസ്. ഈ മാർച്ചിന് ചുരുങ്ങിയ വാക്കുകളിൽ അഭിവാദ്യ പ്രഭാഷണം നടത്തുവാൻ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ MS നൌഷാദിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ യോഗാധ്യക്ഷൻ ശ്രീ വർക്കല രാജ്, ഉദ്ഘാടകൻ സി കെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചുരുങ്ങിയ 1-2 വാക്കുകൾ കൊണ്ട് ഈ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അബ്ദുൽ നാസർ മഅ്ദനി 30 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശങ്കകൾ 1% പോലും ഉൾക്കൊള്ളാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനാധിപത്യ സമൂഹം തയ്യാറാകാത്തതിൻ്റെ തിക്തമായ അനുഭവമാണ് ബാബറി മസ്ജിദിന്റെ പതനം മുതൽ ഇന്ന് ഈ അവസാനം താജ്മഹലിൽ എത്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ കാരണം. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ കൃത്യമായി നയിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്. രാജ്യത്ത് എന്ത് നടന്നാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥ. എന്ത് വന്നാലും, ആന പെറ്റാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എട്ടുകാലി മമ്മൂഞ്ഞ്. അതൊരു ഹാസ്യ കഥാപാത്രമായി മാറിയെങ്കിൽ ഇന്ന് കാണുന്ന എട്ടുകാലി മമ്മൂഞ്ഞന്മാരായ സംഘപരിവാർ നേതാക്കൾ ആ കാണുന്ന കാഴ്ചപ്പാടിനക ഉള്ളിൽ ഭീകരമായ ഭയാനകമായ ചില ചിന്താശക്തികൾ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മുസ്ലിം പള്ളികൾ മാത്രമല്ല, രാജ്യത്തിന്റെ അഭിമാനമായി അന്നും ഇന്നും എന്നും നമ്മൾ കാണുന്ന താജ്മഹലും കുത്തബ് മിനാറും പോലുള്ള കാര്യങ്ങൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളൂ: എന്തെങ്കിലും നല്ലത് കാണുമ്പോൾ അത് ഞങ്ങളുടേതാണെന്ന് അവരാഗ്രഹിക്കുന്നുവെങ്കിൽ മുണ്ടുടുത്തുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പാനിടാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നാളെ ഇത് കണ്ടിട്ട് ഞങ്ങളുടേതാണെന്നെങ്ങാണം പറഞ്ഞു പോയെങ്കിൽ നമുക്കൊരുപാട് വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി സന്ദർഭോചിതമായി ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് PDP, ജയ് മർത്തിദ ഐക്യം.